ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൃപ്രയാർ അമ്പലത്തിൽ പോണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസമൊക്കെ ആണല്ലോ, അപ്പോൾ തൃപ്രയാർ അമ്പലത്തിൽ വിശേഷമാണ്. ശ്രീരാമൻ രാമായണ മാസമാണല്ലോ. പക്ഷേ ഞങ്ങളിത് പോയത് കർക്കിടക മാസത്തിലല്ല കേട്ടോ. ഇപ്പം പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നാലമ്പലത്തിൻ്റെ ആ തിരക്കൊക്കെ ഉണ്ടായത് കാരണം ഞങ്ങൾ ഈ മാസമല്ല, കർക്കിടകത്തിലല്ല പോയത്, ഞങ്ങൾ കഴിഞ്ഞ മാസമാണ് കേട്ടോ പോയത്. അപ്പോൾ അന്നെടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പം നമ്മൾ തൃപ്രയാർ അമ്പലത്തിലേക്ക് പോയത് പുള്ളു വഴിയാണ് കേട്ടോ. തൃശ്ശൂരിന് പുള്ളു വഴി, പിന്നെ പെരിങ്ങോട്ടുകര, അങ്ങനെ ആ വഴിയാണ് കേട്ടോ പോയത്. ഇതിലേക്കൂടെ പോകുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ റോഡുകളാവും ഇടയ്ക്കൊക്കെ. പാടത്തിൻ്റെ നടുക്കൂടെ അല്ലെങ്കിൽ കുഞ്ഞു റോഡുകളൊക്കെ ആകുമ്പോൾ വലിയ വണ്ടികൾ പോകാനായിട്ട് ചിലപ്പോൾ പ്രയാസമാവും. പക്ഷേ ഈ വഴി കൂടെയുള്ളൊരു യാത്ര ഒരു പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ. മഴ പെയ്തിട്ട് വെള്ളമൊക്കെ പാടമൊക്കെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇപ്പം ഇതിലും വെള്ളമായിട്ട്, നല്ല മഴയാണല്ലോ, അപ്പം ഇതിലും വെള്ളമായിട്ടുണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മാസമായതുകൊണ്ട് ജസ്റ്റ് മഴ തുടങ്ങിയ സമയമല്ലേ, അപ്പം അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല വെള്ളം ഉണ്ടാവും. ഇവിടെ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ കുറേ തട്ടുകടകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ വണ്ടി നിർത്തി അവിടുത്തെ ഫുഡും സ്നാക്സും അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു തോട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൊട്ടവഞ്ചി സവാരിയൊക്കെ നടത്താം നമുക്ക്. ഈ പാലത്തിൻ്റെ ഇവിടെയാണ് ആ തോട് പോണത്. അവിടെ നിറച്ച് കൊട്ടവഞ്ചിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം ആൾക്കാരൊക്കെ അതിലിങ്ങനെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അമ്പലത്തിൽ പോകുന്ന കാരണം പിന്നെ നമ്മളവിടെ നിർത്തിയില്ല. നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുക ചെയ്തത് കേട്ടോ. ഈ പുള്ളു പാടത്തിലെ റോഡിൽ കൂടെയുള്ള യാത്ര ഓരോ പ്രാവശ്യവും വളരെ മനോഹരമാണ്. ഇപ്പം മഴയാണെങ്കിൽ അതിൻ്റെ ഒരു മനോഹാരിത, വെള്ളം നിറഞ്ഞ് കിടക്കുന്ന പാടങ്ങളും മറ്റും. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പോൾ അവർ കൃഷി തുടങ്ങുമ്പം അപ്പം നെല്ല് വിതച്ച് അത് ഞാറായി, പിന്നെ അത് നെല്ല് വിളഞ്ഞ് കിടക്കുന്ന ആ പാടം കാണാൻ അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വരണ്ട് ഉണങ്ങി കിടക്കുന്ന അത് കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇതിൽ കൂടെ വരുമ്പം നമ്മളെല്ലാ കാഴ്ചകളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സീസണിലും പ്രത്യേക ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. വേനൽക്കാലവും മഴക്കാലവും എല്ലാം പാടങ്ങൾ കാണാനായിട്ട്. ഇപ്പോൾ പാടങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, പക്ഷേ ഇതൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഇതിലേക്കൂടെ പോണത് ഓരോ സീസണിലും. പിന്നെ നമ്മൾ അവിടെ പുള്ള അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടോ. അപ്പോൾ അവിടെ എന്തോ വിശേഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ മഞ്ജു വാര്യരുടെ വീട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളവിടെ കാണുകയും ചെയ്തു. മഞ്ജു വാര്യർ അമ്പലം, ഇതാണ് അമ്പലം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് മഞ്ജു വാര്യരുടെ വീട്. ഇതാണോ എന്നറിയില്ല, ഏതോ തൊട്ടപ്പുറത്തോ അങ്ങാണ്ടാണ് മഞ്ജു വാര്യരുടെ വീട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ കൂടെയാണ് പോണത്. അത് കഴിഞ്ഞാലും പിന്നെയും പാടാണ് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാടാണ്. കുറച്ച് കര, അത് കഴിഞ്ഞാൽ പിന്നെയും പാടാണ് കേട്ടോ. ഇവിടെ നികത്തിയിട്ട് വീടൊന്നും വയ്ക്കാത്ത കാരണം തന്നെ നിറയെ ഇങ്ങനെ വിശാലമായ പാടം കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ പാടത്തിൻ്റെ കുറച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ സൈഡിലായിട്ട് ഞങ്ങൾ കണ്ടു താമരപ്പാടം എന്ന് പറഞ്ഞ് കണ്ടു കേട്ടോ. നിറച്ച് താമര കൃഷി ചെയ്തേക്കണ പാടത്തിൽ നിറച്ച് താമര കൃഷി ചെയ്തേക്കുന്നുണ്ട്. അവിടെ ഞാൻ എവിടെയോ കണ്ടു കേട്ടോ. അതിലേക്കൂടെയൊക്കെ നമ്മളെ വള്ളത്തിലിങ്ങനെ കൊണ്ടുപോയിട്ട് താമരയൊക്കെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അങ്ങനെ ഇവിടെയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടോ അത് ഇവിടെ ചുറ്റും താമര കൃഷിയാണ്. ഇത് ആ കാണുന്നതൊക്കെയാണ് താമര. ഉണ്ടോ നിറച്ച് കണ്ടോയെന്നറിയില്ല. ഞാനിത്തിരി ഇത് ഫുൾ താമര കൃഷിയാണ് കേട്ടോ. അപ്പം നമ്മളിത് തൃപ്രയാർ എത്തി കേട്ടോ. അപ്പം നമ്മൾ തൃപ്രയാർ കാണുന്നു. ഇതിലേക്കൂടെ ഒരു ഗോപുരമുണ്ട്. അത് കഴിഞ്ഞാൽ പുഴയാണ്. പുഴയുടെ അപ്പം നമുക്ക് ആ ഫ്രണ്ട് സൈഡ് കാണാം കേട്ടോ. ഇനി നമ്മൾ വാടാനപ്പള്ളി ആ ഭാഗത്തു നിന്ന് വരുമ്പോൾ ശരിക്കും ആ ഫ്രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ കയറാം. ഇതിനിപ്പം നമ്മളൊരു പാലം ക്രോസ് ചെയ്തിട്ട് മിക്കവാറും ആൾക്കാർക്ക് അറിയുണ്ടാവും. ഈ വഴി പോകുമ്പം നമുക്ക് ഒരു പാലം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ട്. അപ്പം തൃപ്രയാർ പുഴ കാണാം കേട്ടോ നമുക്ക്. ഇതാണ് തൃപ്രയാർ പുഴ. ഈ അമ്പലം കാണുന്നു, ശ്രീരാമൻ്റെ അമ്പലം കാണുന്നുണ്ട്. പുഴയുടെ കരയിലാണ് കേട്ടോ അമ്പലത്തിൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹമൊക്കെ ഫേസ് ചെയ്തേക്കണ അപ്പോൾ ഫ്രണ്ട് സൈഡ് എന്ന് പറയാൻ പറ്റുന്നത് ഈ കണ്ടോ, ഈ പുഴയെ ഫേസ് ചെയ്തിട്ടാണ്. അപ്പുറത്താണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡെങ്കിലും നമ്മുടെ ശ്രീകോവിലിൻ്റെ ഫ്രണ്ട് സൈഡ് പുഴയിൽ ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് എത്തി കേട്ടോ. നമ്മൾ പടിഞ്ഞാറ് വശം എത്തി. ഇവിടെയാണ് അമ്പലത്തിലേക്ക് പോണ വഴി. തൃപ്രയാർ ശ്രീരാമസ്വാമി ടെമ്പിൾ. ഇതിൻ്റെ ഇരുവശങ്ങളിലും നിറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇത് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ തിരക്കായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ഉണ്ട് ഒരു പാർക്കിംഗ് ഏരിയ, ദേവസ്വത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ തൊഴാനായിട്ട് പോവുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് എത്തി കേട്ടോ. അപ്പോൾ ഇരുവശങ്ങളിലും കടകളാണ് കേട്ടോ. നമുക്ക് അമ്പലം അങ്ങനെ ഉള്ള സംഭവങ്ങൾ വാങ്ങിക്കാനും വിളക്ക് അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ പിന്നെ ഇപ്പോൾ രാമായണ മാസം, കർക്കിടക മാസം അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാമായണ മാസം. ഇവിടെയാണ് ഒരു പാർക്കിംഗ് തൊട്ടടുത്ത്. പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 100 മീറ്റർ അകലെയായിട്ട് വേറെ പാർക്കിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയത്. ഇതാണ് നമ്മുടെ പടിഞ്ഞാറേ നട. തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയാണിത്. പടിഞ്ഞാറേ നടയിൽ വലിയൊരു നടപ്പരയാണ് കേട്ടോ. നല്ല നീളത്തിലുള്ളൊരു നടപ്പരയാണ്. അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കുറേയൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്, കുറേയൊക്കെ തുറന്നിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ചെന്നപ്പോൾ ഒരു 5 മണി 5:30 ആയിട്ടുണ്ടാവും. 5 മണിക്കാണ് ക്ഷേത്രം തുറക്കുക. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ മുന്നിലുള്ള ഗോപുരമൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല മനോഹരമാണ് കേട്ടോ അത് കാണാനായിട്ട്. അതിൻ്റെ തൊട്ട് മുന്നിൽ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ, നമ്പീഷൻസ് ഹോട്ടൽ. അവിടെ നിന്നാണ് നമ്മൾ മിക്കവാറും ഫുഡ് കഴിക്കാറ്. അവിടുത്തെ മസാല ദോശയും എല്ലാ ഫുഡ് ഐറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി. ഇനി ആദ്യം നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇതാണ് ശ്രീകൃഷ്ണൻ്റെ, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ശ്രീകൃഷ്ണൻ്റെ അമ്പലം, ഗോശാല കൃഷ്ണൻ. അവിടെ തൊഴുതിട്ടാണ് പിന്നെ നമ്മൾ അങ്ങനെ ശ്രീരാമചന്ദ്രനെ തൊഴുത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഗോശാല കൃഷ്ണനും ഇതാണ് കേട്ടോ. വലിയ ക്ഷേത്രമാണ്, വലിയ ക്ഷേത്ര കോമ്പൗണ്ടുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗോശാല കൃഷ്ണനാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ടെമ്പിളിൽ ഉള്ളിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രനും, പിന്നെ അവിടെ ദക്ഷിണാമൂർത്തിയുണ്ട്, പിന്നെ ഗണപതിയുണ്ട്. പിന്നെ നമ്മൾ ചാത്തൻ സ്വാമി സങ്കല്പത്തിൽ അവിടെ ഒരു ഭണ്ണാരം വെച്ചിട്ട് അതിൽ നമ്മൾ പൈസ ഇടാറുണ്ട് കേട്ടോ. ഇവിടെയാണ് തൃപ്രയാർ അമ്പലത്തിലെ പള്ളിയോടെ സൂക്ഷിച്ച് വെച്ചേക്കണത്. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് തൊട്ട് ഉണ്ട്, ഈ മതിലിനപ്പുറമാണ് നമ്മുടെ പുഴ, തൃപ്രയാർ പുഴ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ. ശരിക്കും വിഗ്രഹം ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമനെ ഖരദൂഷണ തൃശിരസ്സുക്കളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ലക്ഷ്മീദേവിയെയും ഭൂമിദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്നാണ് വിശ്വസിച്ചു വരുന്നത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ നാലമ്പല ക്ഷേത്ര ദർശനത്തിൻ്റെ ആദ്യ ക്ഷേത്രമാണ് ഈ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രണ്ടാമത്തേത് ഇരിങ്ങാലക്കുട ഭരതക്ഷേത്രവും, പിന്നെ മൂന്നാമത് മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രവും, 4ാമത് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രവുമാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ തൊഴുതു കേട്ടോ. പക്ഷേ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ് അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കിഴക്കേ നടയിൽ തന്നെ ഇതാണ് കേട്ടോ പുഴ, തൃപ്രയാർ പുഴയാണ്. അപ്പോൾ അവിടെ നമ്മൾ മീനൂട്ട് വഴിപാടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ മീനൂട്ട് വഴിപാടൊക്കെ നടത്തി. അവിടെ നിറച്ച് മീനുകളുണ്ട് കേട്ടോ, വലിയ വലിയ മത്സ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ അരി ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുമോ കണ്ടില്ല, മീൻ ഇങ്ങനെ വന്ന് കഴിക്കും കേട്ടോ. ശരിക്കും വായ തുറന്ന് ഇങ്ങനെ വന്ന് കഴിക്കും. അത് കാണാൻ നല്ലൊരു രസമാണ്. അപ്പോൾ നമ്മൾ മീനൂട്ട് വഴിപാടൊക്കെ നടത്തിയിട്ട് നമ്മൾ ഉള്ളിലായിട്ട് ശ്രീരാമൻ്റെ പ്രതിഷ്ഠ ഈ പുഴയിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതാണ് ശരിക്കും കിഴക്കേ നട, ഇവിടാണ് ശരിക്കും ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഉള്ളിലായിട്ട് ശ്രീരാമൻ്റെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ അതിൻ്റെ തെക്ക് വശത്തായിട്ട് ദക്ഷിണാമൂർത്തി, പിന്നെ തെക്ക് പടിഞ്ഞാറ് വശത്തായിട്ടാണ് ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ ആ ശ്രീരാമൻ്റെ മുന്നിലത്തെ മണ്ഡപത്തിൽ, ആ മുഖമണ്ഡപത്തിൽ ഹനുമാൻ സ്വാമി ഉണ്ടെന്നുള്ളൊരു സങ്കല്പമുണ്ട്. അപ്പം നമ്മൾ അവിടെ നോക്കി തൊഴാറുണ്ട്. അതുപോലെ തന്നെ ചാത്തൻ സ്വാമി സങ്കല്പത്തിൽ അവിടെ ഒരു വഞ്ചിയുണ്ട് കേട്ടോ, ഒരു ഭണ്ണാരമുണ്ട്, അതിൽ നമ്മൾ പൈസ ഇടാറുണ്ട്. പിന്നെ പുറത്തായിട്ടാണ് ഗോശാലകൃഷ്ണനും, റൈറ്റ് സൈഡ് ഗോശാലകൃഷ്ണനും, ലെഫ്റ്റ് സൈഡ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ മീനൂട്ട് വഴിപാടൊക്കെ നടത്തിയിട്ട് നമ്മളിനി സ്റ്റെപ്പ് കയറി നമ്മൾ കിഴക്കേ നട കാണാം. ഇതാണ് ശരിക്കും ഫ്രണ്ട് സൈഡായിട്ട് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അയ്യപ്പൻ്റെ നടയിലേക്ക് തൊഴാൻ പോവാണ് കേട്ടോ. അതിനു മുന്നേ നമ്മളവിടെ വെടിവഴിപാട് ഷീട്ടാക്കിയിട്ടുണ്ട്. അത് അപ്പം നമ്മളവിടെ കൊടുക്കണം. അപ്പോൾ അവർ വെടിവഴിപാട് നടത്തും. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടിവഴിപാടിൻ്റെ പ്രാധാന്യവും ഒപ്പം പ്രധാന പ്രതിഷ്ഠയുടെ ശക്തിയും കാണിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ ഇവിടെ.
ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ടിപ്പു സുൽത്താൻ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്ര പരിസരത്ത് എത്തിയപ്പോൾ അതിഘോരമായ വെടിശബ്ദം കേൾക്കാനിടയായി. സമീപവാസികളോട് അന്വേഷിച്ചപ്പോൾ അത് തൃപ്രയാർ ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിക്ക് വയ്ക്കുന്ന വെടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് ക്ഷേത്രം തകർക്കുന്നതിൻ്റെ ഭാഗമായി സുൽത്താൻ പൊട്ടിക്കാൻ വെച്ചിരുന്ന കതിനകളെല്ലാം കൊണ്ടുപോയി പുഴയിലെറിഞ്ഞു. തേവർക്ക് ശക്തിയുണ്ടെങ്കിൽ കതിനകളെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടട്ടെ എന്നുറക്കെ പറയുകയും പറഞ്ഞ ഉടനെ തന്നെ കതിനകൾ വെള്ളത്തിൽ കിടന്ന് പൊട്ടുകയും ജാള്യതയേറ്റ സുൽത്താൻ ഉടനെ സ്ഥലം വിടുകയും ചെയ്തു എന്നൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. വെടിവഴിപാടുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐതിഹ്യമാണിത്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ അയ്യപ്പൻ്റെ ക്ഷേത്രം കേട്ടോ. ആ നട അയ്യപ്പൻ്റെ നടയാണിത്. ഇവിടെ വെടിവഴിപാട് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൗണ്ടറിൽ ചീട്ടാക്കിയിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അവർ ഇവിടെയാണ് വെടിവഴിപാട് നടത്തുന്നത്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കൊടുത്തിട്ട് അപ്പം തന്നെ അവർ കഴിക്കും കേട്ടോ. അപ്പം തന്നെ അവർ കതിന വെച്ചിട്ട് അത് പൊട്ടിക്കും. അപ്പം നമ്മളും കൊടുത്തു, ഷീട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പം നമ്മൾ വെടിവഴിപാടൊക്കെ നടത്തി ഇനി നമുക്ക് അയ്യപ്പൻ്റെ നടയിൽ തൊഴാൻ പോവാം. അപ്പം അയ്യപ്പൻ്റെ നടയിൽ ഇതാണ് കേട്ടോ അയ്യപ്പൻ്റെ നട. ഇതിപ്പം ഈ യെല്ലോ കളർ പെയിൻ്റ് അടിച്ചേക്കണതാണ് അയ്യപ്പൻ്റെ നട. അപ്പം അവിടെ നമ്മൾ തൊഴുത് എഴുതിരിയൊക്കെ കത്തിച്ചു, തൊഴുത് പ്രാർത്ഥിച്ചു. ഇതാണ് ഈ വലിയ തൂണുകൾ കാണുന്നതാണ് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം കേട്ടോ. പടിഞ്ഞാറേ നട അവിടെയാണ്. അപ്പം നമ്മൾ അയ്യപ്പൻ്റെ അമ്പലമൊക്കെ തൊഴുതിട്ട് പടിഞ്ഞാറേ നടയുടെ മുന്നിലെത്തി അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് നോക്കൂ, നിറച്ച് ചുറ്റുവിളക്കുകൾ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കത്തിച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗിയാവുമെന്നറിയോ. ഇതാണ് അയ്യപ്പൻ്റെ അമ്പലം. ഇതുപോലെ ചുറ്റും വലിയ കോമ്പൗണ്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പടിഞ്ഞാറേ നട. എന്ത് വലിയ തൂണുകളാണ്, പണ്ടത്തെ പണിയാണ്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇട്ടാണ് നമ്മൾ പിന്നെ പുറത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ പുറത്തും ഒരു ചെറിയൊരു ഒരു ഹനുമാൻ്റെ പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഈ അമ്പലമായിട്ട് ബന്ധമില്ല, പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തൊഴണം. അപ്പോൾ നമ്മളവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് വരികയാണ്. അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ആ ഒരു ചെറിയൊരു അമ്പലം കേട്ടോ. ഹനുമാൻ സ്വാമിയും മുരുക ഭഗവാനും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു അമ്പലം ഈ സൈഡാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. അവിടെയും തൊഴുതിട്ട് ഇതാണ് കേട്ടോ ഒരു ചെറിയൊരു പ്രതിഷ്ഠയുള്ള ഹനുമാൻ്റെ അവിടുത്തെ വിഗ്രഹം വലിയ വിഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ ഒന്ന് എടുത്തു. അപ്പം ഇത് കുഞ്ഞൊരമ്പലം. നമ്മൾ അവിടെയും തൊഴാറുണ്ട്. അപ്പോൾ അവിടെയും തൊഴുത് കഴിഞ്ഞ് നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകണം കേട്ടോ. ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ടെമ്പിൾ എന്നാണ് കേട്ടോ ആ ടെമ്പിളിൻ്റെ പേര്. അപ്പോൾ അവിടെ ഇങ്ങനെ വലിയ ലഡ്ഡു കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളതൊരെണ്ണം ഷീട്ടാക്കി, ഒരു ലഡ്ഡുവിന് 60 രൂപയാണ്. അപ്പം നമ്മളതൊരെണ്ണം ഷീട്ടാക്കിയിട്ട് അപ്പം നമ്മൾ നടക്കൽ അതിൻ്റെ ഉള്ളിലാണത് വാങ്ങിക്കാൻ കിട്ടുക. അപ്പം നമ്മളത് വാങ്ങിക്കാനായിട്ട് പോയിക്കാണ് കേട്ടോ. വലിയൊരു ലഡ്ഡു ആണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ലഡ്ഡു ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെയും തൊഴുതു, ലഡ്ഡുവൊക്കെ മേടിച്ചിട്ട് നമ്മളിനി അമ്പലത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ നമ്പീഷൻസ് ലക്ഷ്മി കഫേ. അപ്പം അവിടെ നിന്ന് നമ്മൾ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് അമ്പലമാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ്. അതിൻ്റെ ഗോപുരം കണ്ടോ, അമ്പലത്തിൻ്റെ ഗോപുരം തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നമ്പീഷൻസ് ലക്ഷ്മി കഫേ. കുറേ നാളായിട്ട് ഈ ഹോട്ടൽ ഇവിടെ ഉണ്ട്. നമ്മൾ പണ്ട് മുതലേ കയറാറുള്ളതാണ്. ഇപ്പോൾ അതിങ്ങനെ വലുതാക്കി, അതൊരു കുഞ്ഞു ഹോട്ടലായിരുന്നു, പിന്നെ അതിങ്ങനെ വലുതാക്കി സീറ്റൊക്കെ കൂടി ഇരിക്കാനുള്ള ആദ്യം കുറച്ച് സീറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് വലുതാക്കി കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഈ ഹോട്ടലിലത്തെ ഓണറുടെ മോനായിരുന്നു. മറ്റേ മോദി വന്നപ്പോൾ സെൽഫി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ അതവിടെ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെ മസാല ദോശയും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അടിപൊളി ഉഴുന്നുവടയാണ് കേട്ടോ അവിടുത്തെ ഉഴുന്നുവട. അതെ, അടിപൊളി ഉഴുന്നുവടയാണ്. മസാല ദോശയും നല്ലതായിരുന്നു. അപ്പം നമ്മൾ തൃപ്രയാർ അമ്പലത്തിൽ എന്ന് വന്നാലും ഇവിടുന്ന് എന്തായാലും കഴിച്ചിട്ട് പോവുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ. ഒരു തുണിയൊക്കെ ഡ്രസ്സിൻ്റെ ഒരു കടയുണ്ട്, ചെറിയൊരു ഷോപ്പ്. ഒരു വയസ്സായിട്ടൊരാൾ നടത്താണ്. നമ്മൾ കുറേ നാൾ, എത്ര കൊല്ലമായി എന്ന് ഓർമ്മയില്ല കേട്ടോ. അപ്പം അങ്ങോട്ടേ കാണുന്നതാണ്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോണത്. ഒന്നെങ്കിൽ തോർത്താവാം, അല്ലെങ്കിൽ ജസ്റ്റ് മുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും കേട്ടോ. എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ മേടിക്കും കേട്ടോ ഈ കടയിൽ നിന്ന്.
അപ്പോൾ ആ കടയിൽ നിന്ന് നമ്മൾ കുറച്ച് മുണ്ടും തോർത്തുമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ മടങ്ങുകയാണ് കേട്ടോ. അപ്പം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ എനിക്ക് അറിയാവുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഗൂഗിൾ നോക്കിയും കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ കർക്കിടക മാസത്തിൽ, രാമായണ മാസത്തിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു. അതെ, കുഞ്ഞു ഹോട്ടലാ പേര്